അതെ, എല്ലാവരും എന്നാ പറയണോ? ഇന്നേ പിള്ളേർ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ കയറിയതാണ് കേട്ടോ. അപ്പോഴവർത്തെ ഇച്ചിരി പപ്സ് ഉണ്ടാക്കിയേക്കാന്ന്. ഞാനേ പണ്ട് ഈ പപ്സൊക്കെ ഇറങ്ങിയ കാലത്ത് ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അന്ന് വല്ലപ്പോഴും അല്ലേ നമുക്ക് ഈ സാധനമൊക്കെ കിട്ടത്തുള്ളൂ. എല്ലപ്പോഴും കടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പം ഒരു പപ്സും നാരങ്ങാവെള്ളം, അതായിരുന്നു അന്നത്തെ ഒരു കോമ്പിനേഷൻ അല്ലേ. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് എന്ത് വേണേലും ഉണ്ടാക്കാം, അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാന്നറിയാൻ പാടില്ല, പണ്ടത്തെ അത്ര ഒരു ആവേശം ഇതിനോടൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുമ്പോൾ രസം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലേലും അങ്ങനെയല്ലേ, നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് എന്തിനോടും ഭയങ്കര ഒരു ആഗ്രഹം. പക്ഷെ അത് കൈവെള്ളത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ആവേശവും ആഗ്രഹവും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. അതിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും മറ്റെന്തിൻ്റെ കാര്യത്തിലായാലും ഇനിയിപ്പം മനുഷ്യരുടെ കാര്യത്തിലായാലും ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് മനുഷ്യരുടെ കാര്യത്തിൽ. ശരിയല്ലേ എന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ അവരോട് എത്ര പെരുമാറിയാലും അവരൊരു മറയിട്ടിട്ടായിരിക്കും നമ്മളോട് പെരുമാറുക. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കും മടുക്കും. പിന്നെ ചില മനുഷ്യരുണ്ട്, ഭയങ്കര വിക്ടിം കാർഡ് കളിയായിരിക്കും. ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുകയും ചെയ്യും, എന്നാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, നമ്മളാണ് എല്ലാ കുറ്റങ്ങളും ചെയ്തതെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. എന്നാൽ പോട്ടെ പുല്ല്, ഇനി അവരോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അത് പോട്ടെ പോട്ടെ എന്ന് വെച്ച് മുമ്പോട്ട് പോയാലും എന്തെങ്കിലും ഒരവസരം കിട്ടുമ്പം അവരെന്തെങ്കിലുമൊക്കെ പണി നമുക്കിട്ട് തന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ മനുഷ്യരുടെ കാര്യങ്ങളല്ലേ. എന്തിനാ ഇപ്പം ഞാൻ ഇതൊക്കെ പറയണേ? കഞ്ഞിയും കറിയും വെച്ചാൽ പോരെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാനും അത് തന്നെയാട്ടോ ചിന്തിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങ് പറഞ്ഞു പോകണം, ഇല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കിടന്ന് പെറ്റ് വരികയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് നല്ലതായാലും ചീത്തയായാലും ഞാനത് പറയും. മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ മനസ്സ് ഫ്രീ ആയി, നമ്മളും ഫ്രീ ആയി. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ജീവിക്കാം അല്ലേ? അതല്ലേ നല്ലത്. ഇനിയിപ്പം നമ്മുടെ ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കണ്ട കേട്ടോ. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനെ ഫിലോസഫി പറഞ്ഞു പോയി കഴിഞ്ഞാലേ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അധികം ഉണ്ടാക്കി വയ്ക്കുവാണേ. കാരണം ഇന്ന് കൊച്ചിന് നൈറ്റ് ഉണ്ട്, നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആണെങ്കിൽ പിന്നെ പാവം നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താട്ടോ ജീവിക്കുന്നത്. അല്ലാതെ ഇപ്പം എന്നാ ചെയ്യുക? പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാതെ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.